MLA ആയിരുന്ന ഇദ്ദേഹമേ എനിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ MLA ആയിരുന്നപ്പോ എനിക്ക് അദ്ദേഹത്തെ വൈരാഗ്യം തീർക്കായിരുന്നു. ഒന്ന്. രണ്ട്, അദ്ദേഹം കല്യാണം കഴിച്ചപ്പം ആരാണ്ട് കല്യാണം കഴിച്ചിട്ടിരുന്ന അപ്പൊ വേണമെങ്കിൽ എനിക്ക് വൈരാഗ്യം തീർക്കായിരുന്നു. ഇവിടെ ഒന്നും നമ്മളൊന്നും അനങ്ങാൻ പോയിട്ടില്ലല്ലോ, ഒന്നും പോയിട്ടില്ല. അപ്പൊ നമുക്കങ്ങനെ വൈരാഗ്യം എന്ന് പറയുന്ന സംഭവം ആരോടും ഇല്ലായിരുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഈ വിഷമം കിടപ്പണ. പണ്ട് എന്നെ ഉപദ്രവിച്ചിരുന്ന ഒരു വിഷമം ഉള്ളിന്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. വിഷമം തീർന്നു. പിന്നെ ഞാൻ ഇന്റർവ്യൂവിൽ കണ്ടു ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. അതായത് മോശം അനുഭവം ഉണ്ടായ സ്പോട്ടിൽ പ്രതികരിക്കുകയും ബസ്സിൽ വെച്ച് ചവിട്ടുന്നതും ഞാനിങ്ങനെ കണ്ടു. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നി, ഇത്രയും പ്രതികരണ ശേഷിയുള്ള ഒരാള് എന്തുകൊണ്ടാണ് ഇങ്ങനെ മോശം സിറ്റുവേഷനിൽ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാതിരുന്നെന്നുള്ളത്. അതിലും മോശം സിറ്റുവേഷൻ ആയിരുന്നു ഇത്. അപ്പൊ എന്താ മൈൻഡ് ചെയ്യാതിരുന്നെന്ന് ഞാൻ ആലോചിച്ചു. എന്താണ് അപ്പൊ എന്ത് പറ്റി? നമ്മളിപ്പോ ഇവരോടൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് അവരെ ഒഴിവാക്കിയല്ലോ. അതല്ല, അപ്പൊ ബസ്സിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. പിന്നെ വെളിയിൽ ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. അപ്പോഴെല്ലാം റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ റിയാക്ട് ചെയ്ത് മാറുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാള് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല? അതിലും വേഴ്സ് ആയിട്ടുള്ള ഒരു കേസാണിത്. അപ്പൊ ഉറപ്പായും ഇങ്ങനെ ഒരാൾ എന്തായാലും അവിടെ അതിന്റെ ഇരട്ടി റിയാക്ട് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് അത് ചെയ്തില്ല? ആദ്യത്തെ സിനിമയാണേ. ഒന്നാമതായിട്ട് ഞാൻ ഒരു നാഷണൽ അഡൽട്ടാണ്. അന്നേരം ഈ സിനിമ അഭിനയിക്കാൻ തുടങ്ങി ആരാണ്ട് എന്റെ ഇത് വെളിയിലിട്ട് ന്യൂസ് ഇട്ടു, കായിക താരം സിനിമ താരാകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അറിഞ്ഞു, ഫ്ലാറ്റിലുള്ളവരെല്ലാവരും അറിഞ്ഞു.